പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. പരിശുദ്ധ മറിയം എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായൊരു പാഠപുസ്തകമാണ്. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, നമുക്ക് പഠിക്കാനുള്ള കുറേയേറെ കാര്യങ്ങൾ അമ്മയുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഈ പാഠപുസ്തകത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആദ്യത്തെ പാഠം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യമാണ്. അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറിയത്തോട് പറയുന്നുണ്ട്, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും, അവന് യേശു എന്ന് പേരിടണം. അപ്പം മറിയം ഒരു സാധാരണ മനുഷ്യ സ്ത്രീ, സാധാരണ വ്യക്തി. അവൾ ചോദിക്കുന്നുണ്ട്, അതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യം, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് തോന്നുന്നു ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ പ്രാഥമികമായിട്ട് സംഭവിക്കേണ്ട ഒരു പാഠം അതാണ്. നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുക. ആരാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാത്തത്? ഈ ചോദ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മറിയത്തെ പ്രഥമ പാഠപുസ്തകം എന്നുകൂടെ വിളിക്കുക. ഈ പ്രഥമമായ പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ അധ്യായത്തിൽ നമ്മൾ ചിലപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്തെന്നിരിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ, എന്തുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മറിയം അത് തന്നെയാണ് ചോദിക്കുക. മറിയത്തിൻ്റെതായ രീതിയിൽ ഇതെങ്ങനെ സംഭവിക്കും? അതിനൊരു ഉത്തരം മാലാഖ നൽകുന്നുണ്ട്. അതിൽ മറിയം സംതൃപ്തിയായോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പൂർണ്ണമായിട്ടും അവൾ സംതൃപ്തിയായിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവശ്യിക്കും, അങ്ങനെ നീ ഗർഭധരിക്കുന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു സാധാരണ സ്ത്രീ അത് മനസ്സിലാക്കുക എളുപ്പമായിരുന്നില്ല അവൾക്ക്. എന്നിട്ടും അവൾ പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം തന്നെ 1-ാം അധ്യായം 38-ാം വാക്യം, ഇത് എന്നിൽ സംഭവിക്കട്ടെ, നിൻ്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ. അപ്പോൾ എന്നിൽ സംഭവിക്കട്ടെ എന്ന വാക്കിന് ലാറ്റിൻ എക്സ്പ്രഷൻ, ആ പ്രയോഗത്തിന് ലാറ്റിൻ പദപ്രയോഗം ഫിയാത്ത് എന്നാണ്. ലെറ്റ് ഇറ്റ് ബി ഡൺ, ഇത് എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ ആരംഭിക്കുന്ന മറിയത്തിൻ്റെ വിശ്വാസ ജീവിതം നമുക്കറിയാം ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത് കാൽവരി മലയുടെ നെറുകയിൽ വെച്ചാണ്. തൻ്റെ പൊന്നോമന പുത്രൻ, ദൈവത്തിൻ്റെ മകനായ ക്രിസ്തു, ലോകത്തിൻ്റെ രക്ഷകനാകേണ്ടവൻ, അവൻ നിർദാക്ഷിണ്യം ചെയ്യാത്ത കുറ്റത്തിന് കുരിശിൽ പീഡിപ്പിക്കപ്പെട്ട് കുരിശിൽ മരിച്ച് ഇല്ലാതാകുമ്പോൾ മറിയം സത്യത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. മറിയം ഈ പൊന്നോമന പുത്രൻ്റെ ചേതനേറ്റ ശരീരം തൻ്റെ കരങ്ങളിൽ സ്വീകരിച്ച് തൻ്റെ മടിയിൽ കിടത്തുന്ന അതിഹൃദയസ്പർശിയായ രംഗത്തെ ലോകപ്രശസ്തനായ മൈക്കലാഞ്ചലോ പിയാത്ത എന്ന ആ ചിത്രത്തിലൂടെ, സ്കൾപ്ചറിലൂടെ ലോകത്തെ കാണിച്ച് തരുന്നുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസ ജീവിതം ഏറ്റവും കലുഷിതമാക്കപ്പെടുന്നത്, ഏറ്റവും ഗൗരവത്തിലുള്ള ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ അവിടെയൊന്നും ദൈവത്തെ മറിയം ചോദ്യം ചെയ്യുന്നതായിട്ട് നാം കാണുന്നില്ല. കാരണം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞെടുത്ത് നിന്ന് മറിയം വ്യതിചലിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പൂർത്തിയാക്കപ്പെട്ട ജീവിതമായിരുന്നു മറിയത്തിൻ്റേത്. വിശ്വാസത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ പാഠപുസ്തകം. ഞാനതിനെ വിളിക്കുക എങ്ങനെയാണ്? ഫിയാത്ത് ടു പിയാത്ത, ഫിയാത്തിൽ നിന്ന് പിയാത്തയിലേക്കുള്ള, നിൻ്റെ ഹിതമെൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് ജന്മം നൽകുവാൻ സ്വയം വിട്ടുകൊടുത്ത മറിയം പിന്നീട് കാൽവരി മലയുടെ നെറുകയിൽ ചേതനേറ്റ പുത്രൻ്റെ ശരീരം സ്വീകരിക്കുന്ന മറിയമായിട്ട് മാറുന്നു. ഫിയാത്ത് ടു പിയാത്ത, ഇതാണ് മറിയത്തിൻ്റെ വിശ്വാസ ജീവിതം. ഈ വിശ്വാസം ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ, ജീവിക്കുവാൻ ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു.